മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം യുദ്ധ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ അയവില്ലാതെ തന്നെ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും ചർച്ചകൾക്കുള്ള വാതിലുകൾ തുറക്കുന്നില്ലെന്ന് മാത്രമല്ല ഇനിയും യഥാർത്ഥ അറ്റാക്ക് ഇറാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ട്രംപ് പറയുകയാണ്. ഏതെങ്കിലും തരത്തിൽ ട്രംപുമായോ അമേരിക്കയുമായോ സമവായത്തിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് പിന്നെയും ആവർത്തിക്കുകയാണ് അലി ലാരിജാനി. അത് മാത്രമല്ല ഇറാന്റെ തെരുവുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം ഇറങ്ങിയതാണ്. അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അവർ ആ രാജ്യത്തോട് ആവശ്യപ്പെടുന്നത് റിവഞ്ച് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാനും ഇനി അവർ വിചാരിച്ചാൽ തന്നെ ഒരു കീഴടങ്ങൽ ഇറാനും സാധ്യമല്ല. അങ്ങനെ അങ്ങേയറ്റത്തെ സംഘർഷ സാധ്യതയുടെ ലോകം കടന്നു പോവുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം സൗദിയിൽ നിന്ന് ചേരുന്നു. ജലീൽ, അവിടെ സൗദി അറാംകോയിലെ എണ്ണ റിഫൈനറി ആക്രമണം അതിൻ്റെ ഒരു മേജർ ബ്രേക്ക് ത്രൂ ആയിരുന്നു. അതിനുശേഷം പ്രമേയം GCC രാജ്യങ്ങളുടെ ഒരു പ്രമേയം ഉണ്ടാകുന്നു. ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയ്ക്കൊപ്പം ഈ GCC രാജ്യങ്ങൾ കൂടി ചേരുമോ എന്നൊരു ചോദ്യം ഏറ്റവും ശക്തമായി നിൽക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ്. ജലീൽ, ഹാഷ്മി, സൗദിക്ക് നേരെ കൂടി ആക്രമണം ശക്തമാക്കുകയാണ് ഇപ്പോൾ ഇറാൻ. സൗദിയുടെ മധ്യമേഖലയിലാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. റിയാദ്, അൽഖർജ് ഭാഗത്തെ നഗരങ്ങളിൽ 8 ഡ്രോണുകൾ ഇന്ന് തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിന് മുമ്പായി റിയാദ് അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണമുണ്ടായി. 2 ഡ്രോണുകളാണ് അമേരിക്കൻ എംബസിക്ക് നേരെ ഉണ്ടായത്. എംബസിക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചെറിയ രൂപത്തിൽ തീപിടിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ട്രംപ് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ശക്തമായ മറുപടി നൽകുമെന്ന് ട്രംപ് പ്രതികരിച്ചു. ഇന്നലെയാണ് അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. 2 ഡ്രോണുകൾ ആണ് അരാംകോ ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ വന്നത്. അതിനെ സൗദി പ്രതിരോധ സേന തകർത്തു. അതിനു പുറമെ ഇന്നലെ തന്നെ അൽഖർജ് അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും ആക്രമണം ഉണ്ടായി. 5 ഡ്രോണുകൾ അതും പ്രതിരോധ സേന തകർത്തു. എന്നാൽ ഈ തകർക്കപ്പെട്ട ഈ ഡ്രോണുകളെല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ സാധാരണ ഈ ജനവാസ മേഖലയിലൊക്കെയാണ് വന്നു വീണത്. അത് സൗദിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സൗദി ലക്ഷ്യം വെക്കുന്നത്, ഇറാൻ ലക്ഷ്യം വെക്കുന്നത് കേവലം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളുമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, തിരിച്ചടി സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ റിയാദ് കിഴക്ക്, റിയാദും അതോടൊപ്പം തന്നെ സൗദിയുടെ ദമാം ഭാഗത്ത് കിഴക്കൻ പ്രവിശ്യയിലും ആദ്യഘട്ടത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതുവരെ ഒരു ആക്രമണത്തിനും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനവാസ മേഖലകളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ലക്ഷ്യം വെക്കുന്നതാണ് പ്രധാനമായും സൗദിയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ശക്തമായ മറുപടി നൽകുമെന്ന് സൗദി അറിയിച്ചിട്ടുണ്ട്. സൗദിക്ക് നിരവധി രാജ്യങ്ങൾ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി കിരീടാവകാശിയുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാൻ, തുർക്കി, സിറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സൗദിക്ക് ശക്തമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മുസ്ലിം വേൾഡ് ലീഗ് സൗദിക്കെതിരായ ആക്രമണത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഹാഷ്മി, നിരവധി ഉംറ തീർത്ഥാടകർ സൗദിയിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് തിരിച്ചു പോകാൻ, മലയാളികൾ ഉൾപ്പെടെ ഉള്ള ഉംറ തീർത്ഥാടകർക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. മക്കയിലും മദീനയിലും ജിദ്ദയിലും എല്ലാം ഇങ്ങനെ പല ഉംറ തീർത്ഥാടകരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിനിടെ ഇൻഡിഗോ അവരുടെ പ്രത്യേക വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് നഗരങ്ങളിലേക്കാണ്. ജിദ്ദയിൽ നിന്ന് ഇന്നു മുതലാണ് സർവീസുകൾ ഉണ്ടാവുക. നേരത്തെ ഇൻഡിഗോയിൽ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇതിൽ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. എന്നാൽ യാത്രക്കാരുമായി ഇൻഡിഗോ ടീം നേരിട്ട് ബന്ധപ്പെടും. അതിനുശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാവൂ എന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ആകാശ എയറും ഭാഗികമായി ജിദ്ദയിൽ നിന്ന് വിമാന സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുന്നുണ്ട്. സൗദി എയർലൈൻസും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ ഒരു മുടക്കം കൂടാതെ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെ അല്ലെങ്കിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ വിമാന കമ്പനികളിൽ ബുക്ക് ചെയ്ത തീർത്ഥാടകരൊക്കെയാണ് മടങ്ങിപ്പോകാൻ സാധിക്കാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്ക് എല്ലാ സഹായങ്ങളും നൽകാൻ സൗദി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇന്ത്യക്കാരെ, മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഇന്ത്യക്കാർക്ക് സഹായം നൽകാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ കൺട്രോൾ റൂമുകളും സൗദിയിൽ മക്കയിലും ജിദ്ദയിലും എല്ലാം തുറന്നിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.